എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ യാത്ര അതിസുന്ദരമായ കക്കാടംപൊയിൽ എന്ന മലയോര പ്രദേശത്തേക്കാണ്. ഇതിനെ മിനി ഗവി എന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട്. നിലമ്പൂർ വഴിയും പിന്നെ കോഴിക്കോട് വഴിയും നമുക്ക് കക്കാടംപൊയിലേക്ക് വളരെ ഈസി ആയിട്ട് ബസ്സിലും യാത്ര ചെയ്യാം, കാറിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് എൻ്റെ യാത്ര കോഴിക്കോട് വഴി പുറപ്പെട്ട് മലയോര പട്ടണമായ തിരുവമ്പാടിയിലാണുള്ളത്. ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും. ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടരഞ്ഞി, കൂമ്പാറ എന്നീ വഴികളിലൂടെ നമുക്ക് കക്കാടംപൊയിലേക്ക് പ്രവേശിക്കാം. ആ വഴിയുടെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. തിരുവമ്പാടിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കൂടരഞ്ഞി എന്ന ടൗണിലെത്തി. ഈ കാണുന്നതാണ് കൂടരഞ്ഞി. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മുക്കം ടൗൺ ലഭിക്കും. ഇതിൻ്റെ ലെഫ്റ്റൊക്കെ തിരിഞ്ഞാൽ കൂമ്പാറ എന്ന ചെറിയൊരു ടൗണും നമുക്ക് ലഭിക്കുന്നതാണ്. കൂടരഞ്ഞി അങ്ങാടിയിൽ നിന്നും അല്പം ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജംഗ്ഷൻ കിട്ടുന്നതാണ്. ഈ ജംഗ്ഷന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മരഞ്ചാട്ടി, തോട്ടുമുഖം എന്നീ പ്രദേശങ്ങളും, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പുന്നക്കൽ, പുല്ലൂരാമ്പാറ, ആനക്കാംപൊയിൽ എന്നീ പ്രദേശങ്ങളും ആണ് ലഭിക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കൂമ്പാറ വഴി കക്കാടംപൊയിലേക്ക്. കൂടരഞ്ഞിൽ നിന്ന് അല്പം ദൂരെ കൂമ്പാറ റോഡിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതാണ് അൽഫോൻസ ഹയർ സെക്കൻഡറി സ്കൂളും പിന്നെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൂടരഞ്ഞു. ശരിക്കും ഒരു ആർക്കിടെക്ചറൽ വിസ്മയം തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. അത്രക്കും രസമായിട്ടാണ് ശരിക്കും ഈ ചർച്ച് കൺസ്ട്രക്ഷൻ നടത്തിയത്. ചർച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഓപ്പോസിറ്റ് കാണുന്നതാണ് അവില മൈൻസ് ക്ലിനിക്കും അവരുടെ കോൺവെൻറ്റും എല്ലാം. ഇവിടുന്ന് റൈറ്റിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് കൂമ്പാറ റോഡിലേക്ക് വീണ്ടും പ്രവേശിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് വീട്ടിപ്പാറ പാലം. ഇതെല്ലാം ക്രോസ് ചെയ്തോട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കക്കാടംപൊയിൽ കിട്ടുന്നതാണ്. യാത്രയിലുടനീളം നല്ല സുന്ദരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഈ പ്രദേശത്തെത്തിയപ്പോഴും വണ്ടി ഒന്ന് സൈഡാക്കി ഈ പ്രകൃതിയുടെ സുന്ദരമായ ഈ കാഴ്ചയോടെ കണ്ടിട്ടാണ് യാത്ര പോകുന്നത്. സുന്ദരമായ ആ പ്രകൃതി കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ടൗണും കൂടെ പാസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേര് ശരിക്കും ഓർത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇങ്ങനെ യാത്ര ചെയ്ത് ഇപ്പോൾ ഒരു റിസോർട്ടിൻ്റെ സൈഡിൽ ഞങ്ങൾ ഹോൾട്ട് ചെയ്ത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം പ്രോഹിബിറ്റഡ് ആണ്. എങ്കിലും അവരുടെ അടുത്ത് നിന്ന് സമ്മതം വാങ്ങിയിട്ട് ഉൾഭാഗത്തേക്ക് കയറി അവരെ വ്യൂ പോയിൻ്റ് ഉണ്ട്. റിസോർട്ടിൻ്റെ വ്യൂ പോയിൻ്റ് എന്നുള്ള നല്ല സുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. ശരിക്കും ഇതൊരു ഹിൽ സ്റ്റേഷൻ പോലെയാണ്. യാത്ര വളരെ ഗംഭീരമാണ് ഈ റൂട്ടിലുള്ളത്. ഒരുപാട് വളവുകളും കയറ്റങ്ങളും കൊച്ചു കൊച്ചു ഗാർഡ്സുകളൊക്കെ ആയിട്ട് നമുക്ക് യാത്ര ശരിക്കും നല്ലൊരു അനുഭൂതിയാണ് തരുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ കിഴക്കേ ഭാഗത്തായി പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കക്കാടംപൊയിൽ. ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. അങ്ങാടിയുടെ മധ്യഭാഗത്തിലൂടെ ജില്ല അതിർത്തി കടന്നു പോകുന്നുണ്ട്. കക്കാടംപൊയിൽ നിന്ന് ചാലിയാർ, ഇരുവഞ്ഞിപ്പുഴ തുടങ്ങിയ പ്രധാന നദികളിലേക്കുള്ള ഉത്ഭവസ്ഥാനങ്ങളും നമുക്കിവിടുന്ന് കാണാവുന്നതാണ്. കക്കാടംപൊയിലൂടെ പോകുന്ന ഈ മലയോര ഹൈവേ കൂടെ 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിലമ്പൂർ ടൗണിൽ എത്താവുന്നതാണ്.
ഈ റോഡിൽ നിന്നും ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ 4 കിലോമീറ്ററിൽ നായാടംപൊയിൽ എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോഴും പോകുന്നത്. ഇതേ നായാടംപൊയിൽ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോയി റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ 3.3 കിലോമീറ്റർ യാത്ര ചെയ്താൽ കോഴിപ്പാറ വെള്ളച്ചാട്ടവും ഇതേ റൂട്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് യാത്ര ചെയ്യുന്നത് ഒരു അവധി ദിനമായതുകൊണ്ട് സന്ദർശകർ ഒരുപാട് നായാടംപൊയിലേക്കും കുരിശുമല കാണാനും പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് നായാടംപൊയിലെ പാർക്കിംഗ് ഏരിയയിലാണ്. പൊതു പാർക്കിംഗ് ഉണ്ടെങ്കിൽ റോഡ് സൈഡിലെല്ലാം വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. സന്ദർശകർ പല ഭാഗങ്ങളിലും വന്ന് ഇവിടെ റഷ് അനുഭവപ്പെടുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ ഈ കാണുന്നതാണ് നായാടംപൊയിൽ അങ്ങാടി. നമ്മൾ ഈ കാണുന്നതാണ് നായാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലം. എന്ന് വെച്ചാൽ കക്കാടംപൊയിൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നായാടംപൊയിലെത്തി. ഏകദേശം 2 മുതൽ 3 കിലോമീറ്റർ വരേണ്ട നമുക്ക് ഈ ഹൈറ്റ് പ്രദേശം താണ്ടി പോകാൻ. ഇതാ നമുക്ക് ആൾക്കാരൊക്കെ നടന്നു വരുന്നതാണ്. നമുക്ക് കുരിശുമലയിലേക്കുള്ള റോഡരികിൽ നമ്മൾ ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. വളരെ ചെങ്കുത്തായ റോഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. വളരെ ദുർഘടം പിടിച്ചതാണ്. സഫാരി വണ്ടികൾ തന്നെ വളരെ റിസ്ക് എടുത്താണ് യാത്ര ചെയ്യുന്നത് ഈ വഴിക്ക്. Guys. Bye guys. Hi guys. Hey. Yeah, chill. Document. അടിപൊളി. നായാടംപൊയിൽ നിന്ന് ശരിക്ക് കുരിശുമലയിലേക്കുള്ള റൂട്ട് ഭയങ്കര ടഫ് റോഡാണ്. എന്ന് വെച്ചാൽ 2-2.5-3 കിലോമീറ്റർ അടുത്ത് നമുക്ക് നടന്നു വരണം. പക്ഷേ ഇത്ര കഷ്ടപ്പെട്ട് വന്നാലും നമുക്ക് ആസ്വദിക്കാൻ പ്രകൃതി സൗന്ദര്യം ശരിക്കും ഗംഭീരമാണ്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് നടന്ന് കുന്ന് കയറിയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി ഒരു 300 മീറ്റർ അതാ കാണുന്നത്. ആ മലൻ്റെ മുകളിലേക്ക് എത്തണം. പിന്നെ ആൾക്കാർ സൈറ്റ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കാണാൻ. ഇവിടെയാണ് ഇത് എൻഡ് വരുന്നത്. എന്ന് വെച്ചാൽ ജീപ്പ് പൈസ കൊടുത്തതിന് ശേഷം വന്ന് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഹൈറ്റിലേക്ക് കയറി പോകണം. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടെ തന്നെ ശേഷം നിർബന്ധമായിട്ട് നടന്നിരിക്കുന്നത് ഹൈറ്റിലേക്ക്. പിന്നെ സൈറ്റ്സിന് ഇഷ്ടം പോലെ കാണാനുണ്ട്. സഫാരി പോയിന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മലമുകളിലേക്ക് കയറുന്നത് ഒരു വലിയൊരു അനുഭൂതിയാണ്. അല്പം റിസ്ക്കാണ് യാത്രയെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഞങ്ങൾ ഈ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെ. കാരണം നല്ല ഹെവി കാറ്റുണ്ട്. പിന്നെ നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. എനി ടൈം സീസൺ മാറിക്കൊണ്ടിരിക്കും. മഴ വരാൻ ചാൻസ് ഉണ്ട്, കാറ്റ് വരും. എല്ലാം അനുഭവിക്കാനാണ് യാത്രക്കാരിവിടെ ഇഷ്ടപ്പെടുന്നത്.
അത് കാണിച്ചത് റേഞ്ച് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കിട്ടാൻ യൂട്യൂബ് ഈ മലമുകളിലെത്തിയാൽ കക്കാടംപൊയിലിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയിൽ അലിഞ്ഞു ചേരാനൊരിടം. പച്ചപ്പിൻ്റെ നനവിൽ കോടമൂടിയ മലനിരകളിലൂടെ ഒരു യാത്ര. മലബാറിലെ ഊട്ടിയെന്നും ഗവിയെന്നും കൂർഗെന്നും അറിയപ്പെടുന്ന കക്കാടംപൊയിൽ കുടുംബ ടൂറിസ്റ്റുകളുടെ പറുദീസയായി മാറുകയാണ്. ചെറിയ പണി പാടുന്നുണ്ട് കേട്ടോ. മഴ പെയ്തളയോ? കാറ്റിനൊപ്പം മഴയും പെയ്തു തുടങ്ങി. സന്ദർശകർ എല്ലാവരും ഈ അവസരം കാത്തിരിക്കുന്നത് പോലെ. കക്കാടംപൊയിൽ മലമുകളിലെ ഈ കാഴ്ച ശരിക്കും അവിസ്മരണീയമാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് സന്ദർശിക്കണം. ഈ കാണുന്നതാണ് കുരിശുമലയിലെ പ്രധാനപ്പെട്ട ആകർഷണ സ്ഥലം. ഇത് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. വിവിധ മതവിശ്വാസികൾ ഈ സ്ഥലത്തേക്ക്
പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി വരുന്നുണ്ട്. കവറുണ്ട് മഴ കൊള്ളുന്ന, പക്ഷേ മറ്റാ ഇതല്ലേ വാട്ടർ കൊള്ളുന്ന ഇതിന്റെ പൈപ്പ് നമ്മൾ
കക്കാടംപൊയിൽ ട്രിപ്പ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ആരും പ്രതീക്ഷിക്കാതെ 3 തരം ക്ലൈമറ്റാണ് കിട്ടിയത്. രാവിലെ വരുന്ന സമയത്ത് ഉച്ചക്ക് ഭയങ്കര വെയിലായിരുന്നു, കുറച്ച് കഴിഞ്ഞ് ഭയങ്കര കാറ്റ് വന്ന് കോടമഞ്ഞ് വന്ന്, അതിന് ശേഷം ഇപ്പോഴത്തെ ഹെവി മഴ അതെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു മോനെ ഇന്നത്തെ ട്രിപ്പൊക്കെ? അപ്പോൾ ഇന്നത്തെ കക്കാടംപൊയിൽ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡ് വരെ ബൈ ബൈ.